കാസർഗോഡ് കാറടുക്കയിൽ ബോക്സൈറ്റ് ഖനനത്തിനുള്ള അനുമതി നൽകി കേന്ദ്ര സർക്കാർ. വനഭൂമിയും നിരവധി ഉന്നതികളും പദ്ധതി പ്രദേശത്തും ബഫർ സോണിലുള്ളതിനാൽ കുടിയിറക്കപ്പെടുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. 80 ഹെക്ടർ ഭൂമിയിലാണ് ഖനന പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അരുൺ പൂപ്രഭ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കണ്ടു. ബോക്സൈറ്റ് ഖനന പദ്ധതി നടപ്പിലാക്കാൻ പോകുന്ന കാറടുക്ക പഞ്ചായത്തിലെ നാറളം എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. 80 ഹെക്ടർ ഭൂമിയിലാണ് ഈ ബോക്സൈറ്റ് ഖനനം നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളതിന് അനുമതി ഉൾപ്പെടെ ലഭിച്ചു. അതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടെ പ്രാദേശികമായി നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് റോഡിൽ കൂടി പോകുമ്പോൾ മറ്റേ മണ്ണിടാൻ സമ്മതിക്കുന്നില്ല. ഇത്ര വലിയ ഖനനം നടത്താൻ അവർക്ക് അനുവാദം കൊടുക്കുന്നു. ഇത് ശരിയായ നിയമമാണ്. ഈ ജനവാസ കേന്ദ്രത്തോട് ചേർന്നാണ് ഈ ഖനനം നടക്കുന്നത്. ഖനനം എന്ന് പറഞ്ഞാൽ ഒരു ഖനനവും അതിൻ്റെ സംസ്കരണവും ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ നടക്കുമെന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ നടന്നാൽ ഈ പറയുന്ന പ്രദേശത്തോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന നാട്ടിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണി ആണ്. അതിനപ്പുറത്തേക്ക് അവരുടെ ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഈ സമയത്താണ് നാട്ടുകാർക്ക് ഈ ബോക്സൈറ്റ് ഖനനത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഇവിടെ വന്ന് സർവേ നടത്തുമ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞ് ഇതിൻ്റെ സാധ്യതാ പഠനം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവസാനമാണ് ഇതിൻ്റെ പത്രമാധ്യമ ദൃശ്യമാധ്യമങ്ങളോടുകൂടി ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇത് ടെൻഡർ നടപടിയിലേക്ക് പോകുന്നു എന്ന് അറിയാൻ വേണ്ടി. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടിയതിലൂടെ ടെൻഡർ നടപടിയിലേക്ക് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഇത് കടന്നിരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് മെയ് മാസം 1-ാം തീയതി അതിൻ്റെ സമരസമിതിക്ക് രൂപം നൽകാനോ അതിനുശേഷം അതിശക്തമായ സമരത്തിന് നേതൃത്വം നൽകാൻ തയ്യാറായിക്കൊണ്ട് ഞങ്ങൾ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ താഴോട്ട് ഒരു 100-200 വീട് താഴെയുണ്ട്. ഈ റോഡ് മാത്രമാണ് ആശ്രയം. ഒരു കോളനി അടക്കം പിന്നെ കുറേ ആൾക്കാരുണ്ട്. ഒരു 100-300 ആൾക്കാർ താഴെയുണ്ട്. പിന്നെ അതേമാതിരി ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുറേ വീടും ഈ ഭാഗത്തുണ്ട്. അപ്പോൾ അതെല്ലാം പിന്നെ പോകുന്നില്ല ഒരു ആശങ്കയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. അവിടെ തന്നെ മുറ്റത്ത് 2 വീടൊക്കെ കല്ലിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് താമസിക്കുമ്പോൾ വേറെ സ്ഥലവുമില്ല വീടുമില്ല. അപ്പോൾ എവിടെയാ വന്ന് പോകുന്ന ഈ 2 കുഞ്ഞുങ്ങളും ഉണ്ട്. എവിടെ പോകാൻ കഴിയില്ല. വയസ്സും പ്രായമായപ്പോഴേക്ക് ഇവിടെ തന്നെ മരിക്കണം എന്നല്ലേ ഒരു ആശ. എവിടെ പോയിട്ട് മരിക്കാൻ. എന്തായാലും ഇതിൻ്റെ തുടർ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ആദ്യ ഘട്ടത്തിൽ സാധ്യതാ പഠനം നടത്തുമ്പോൾ തന്നെ നാട്ടുകാർ ഇതിൻ്റെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഒരു മനുഷ്യനെ അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അപ്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇളക്കി മാറ്റുക എന്ന് പറയുമ്പോൾ അവന് അർഹതപ്പെട്ട കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് രാജ്യത്ത് നിലവിലുള്ള നിയമം. അപ്പോൾ ഇവർക്കും നീതി വേണമെന്നുള്ള കാര്യത്തിൽ ആ കുടുംബത്തിൻ്റെ ആശങ്കകൾ കേൾക്കുക അധികാരികൾ, എന്നിട്ട് കുഴിക്കാനായിട്ട് ഇറങ്ങുക.